കരച്ചിലും പിഴിച്ചിലൊക്കെ ഇറങ്ങിങ്ങോട്ട്. സമയം പോണെന്ന് വായിങ്ങട്. ചേട്ടാ പാസ്പോർട്ട് എടുത്തോ? ടിക്കറ്റ് എടുത്ത് വെച്ചോ? അതൊക്കെ ഇതിലുണ്ട്. അല്ല അതാ ബാഗിലും വെച്ചൂടെ? അല്ല അവൻ പറഞ്ഞത് കയ്യിൽ കരുതിക്കോളാൻ പറഞ്ഞു. അമ്മ നല്ലൊരു കാര്യത്തിനല്ലേ നീ ഇതുവരെ നല്ലപോലെ ജീവിക്കാൻ പഠിച്ചില്ല. ഇത് നല്ലൊരു വഴിത്തിരിവാണ്. മക്കൾ നന്നായിട്ട് വാ. നീ എന്തെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടോ? ഇല്ല, എൻ്റെ വെള്ളം കൊണ്ട് ഷർട്ട് എടുത്ത് വെച്ചല്ലോടി. ആ അത് വേണ്ടി വരും. ടിക്കറ്റ് ഉണ്ട്. അളിയാ നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെ നീ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയോ അത് അതേപോലെ അവിടെയും പോയി നടത്തുക, അത്രേ ഉള്ളൂ. പിന്നെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ ജയകുമാറിൻ്റെ റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം കയറിയിരിക്കണം. ആളുകൾ ആ ബില്ല് പൈസ തരുമ്പോൾ ആ പൈസ അങ്ങ് വാങ്ങിയാൽ വെട്ടിയിടുക, അത്രയല്ലേ ഉള്ളൂ. കരയുന്നതാടി. പിന്നെ ഡാഡിയെ പോയിട്ട് മോളെയും അമ്മയും അങ്ങ് കൊണ്ടുവരും കേട്ടാ. ആ പിന്നെ അളിയാ ഭക്ഷണത്തിൻ്റെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നിനക്ക് വായിക്ക് രുചിയായിട്ട് ഇവിടെ ഉണ്ടാക്കി തരുന്നത് പോലെ ചിലപ്പോൾ അവിടെ കിട്ടിക്കൊള്ളുന്നില്ല. അവിടെ മറ്റേ ഈ ഇതേ കാണുമല്ലോ, കുബൂസേ കാണും. അല്ലടാ കനക, അവിടെ മലയാളി ഹോട്ടൽ കാണത്തില്ലേ? മലയാളി ഹോട്ടലൊക്കെ ഉണ്ടാവും, പക്ഷേ മറ്റവൻ്റെ ഹോട്ടലിലേക്കും കൂടിയാണല്ലോ അവൻ പോണത്. അപ്പോൾ അവിടെ ഈ കുബൂസും ഇതൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഒന്ന് നോക്കണേ, നീ അങ്ങ് വയറ് നിറച്ച് കഴിച്ചോ. അല്ല ഞാൻ അതിന് ചെമ്മീനച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച് അത് കഴിക്കണം കേട്ടോ. കുബൂസിന്റെ കൂടെ ചെമ്മീൻ ചമ്മന്തി ഒക്കെ പല പറ്റും. നീ കയറ് സമയം പോകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറബിയൊക്കെ അറിയാലോ അല്ലേ? അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അത്രേ ഉള്ളൂ. ശരി മാറിങ്ങോട്ട്. എന്തോന്നളിയത് ഒരു മീശയുടെ വില കളയും. ശരി കേട്ടാ അമ്മ. ഏട്ടാ അകത്ത് കയറ്റി വിടണേ. കൂടെ ചെല്ലാൻ പറയുമെന്ന് എനിക്ക് പേടി. പോട്ടെ 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 മാറി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ശരി വിളിക്കാം കേട്ടോ. ശരി കേട്ടാ. പ്രാർത്ഥിക്കു വേണേ നല്ലൊരു ഗതി വരണേന്ന്. കണ്ണീരും കൈയോടെയാണ് പറഞ്ഞു വിടേണ്ടിയത് അവനെ. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വേണ്ടി ജോലിക്ക് പോകണ്ടേ? അല്ല കനക, ക്ലീറ്റസിനെ ഗൾഫിൽ പറഞ്ഞു വിട്ടേ പിന്നെ കുടുംബത്തൊരു സമാധാനം കിട്ടിയെന്ന് തോന്നണല്ലേ? ഇപ്പൊ വിളിയൊന്നും അങ്ങനെ വരാറില്ല. വിളിയൊക്കെ വരാറുണ്ട്. ആ പോയ സമയത്ത് നല്ല വിളിയായിരുന്നു. പിന്നെ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു കുറവ് എന്തായാലും വീട്ടിലുണ്ട്. തങ്കത്തിനാ കൂടുതൽ പ്രശ്നം. തങ്കം ഭയങ്കര വിഷമത്തിലാണ്. എൻ്റെ മുമ്പിൽ വരുമ്പോൾ പിന്നെ അവൾ അതൊന്നും ഇങ്ങനെ കാണിക്കാറില്ലാന്നേ ഉള്ളൂ. എന്തിനു വിഷമിക്കണമെന്നേ? എന്തോരോ ആളുകളാണ് ഗൾഫിൽ പോയി ഇന്ന് മാന്യമായിട്ട് ജീവിക്കണ. അവൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിടിച്ച പിടിവാശിയിലായിരുന്നില്ലേ. തങ്കം പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു നോക്കി, ഞാൻ പറഞ്ഞു നോക്കി, അമ്മ പറഞ്ഞു നോക്കി, ആര് പറഞ്ഞാലും ഇവൻ പോവില്ല. മറ്റേ ജയകുമാറിന്റെ ഫോൺ വന്ന അന്ന് തന്നെ ഒന്ന് തീരുമാനം അങ്ങനെ എടുത്ത് ദേ പോണേന്നാണ്. ഏതായാലും നീ അത് പറയിപ്പിച്ചാന്നായി അവനെ. ജയകുമാറിനോട് ഞാൻ പറഞ്ഞേ, ജയകുമാറെ അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറ, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പോലെയല്ല, ഗൾഫിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നല്ല പൈസയാണ്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസ തരുള്ളൂ. നീ അവിടെ നല്ല ശമ്പളം കിട്ടുന്നത് പറ എന്ന് പറഞ്ഞപ്പോൾ നേരെ ജയകുമാർ ഇവനെ വിളിക്കുകയാണ്. ഇവനെ വിളിച്ചിട്ട് പറഞ്ഞേ, ക്ലീറ്റസേ നിന്നെ അവിടെ ജോലിക്ക് വേണ്ടിയിട്ടല്ല കൊണ്ടുപോകണത്, അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ്. നീ ഇവിടെ എന്താണോ ചെയ്യുന്നത് അതേപോലെ നീ ഗൾഫിലും വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അന്നേരം വണ്ടി വിട്ടതാ. ഇവൻ കരുതി അവിടെ പോയി രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കാന്നൊക്കെ കരുതിയായിരിക്കും പോയേക്കണം. എന്ന് വിചാരിച്ചാ പോയത്. ഇവിടത്തെ കളിയൊന്നും അവിടെ നടക്കൂല. അവനെ അവിടെ പണിയെടുത്ത് ഊപ്പാടിളകും. പിന്നല്ലേ അവിടെ ജോലിയാണ് ചെയ്യണം. അല്ല അറബി ചാട്ടവാറിന് മുതുകത്തിട്ടടിക്കും.
എന്താ ഓ ദേ വന്നടാ. കൊച്ചു വന്നില്ലേ? അവള് ട്യൂഷന് പോയി. ട്യൂഷന് പോയി. അവരെടുക്കണോ ഇടിയപ്പം? പ്ലേറ്റ് വിളിച്ചിരുന്നു? വിളിക്കണൊക്കെ ഉണ്ട്. അതെ, എന്നെ ഇന്നലെ വിളിക്കേണ്ടതാ, പക്ഷെ എന്താ വിളിച്ചില്ലല്ലോ? ഡാ എന്ത് വിഷമമുള്ള പോലെ തോന്നുന്നു ക്ലീറ്റോയ്ക്ക്. എന്ത് വിഷമം? ആ ഒച്ച കേട്ടപ്പോ എന്തോ കരയണ പോലെയൊക്കെ തോന്നുന്നു എന്നെ വിളിച്ചിട്ട്. ഒന്നുമില്ലടി, അത് ഇവിടുന്ന് മാറി നിന്നോണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ നിന്നെയും കൊച്ചിനെയും കാണുന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇല്ല, ക്ലീറ്റോന് എന്തോ ഭയങ്കര കഷ്ടപ്പാടാന്ന് എൻ്റെ ഉള്ളിലിരുന്ന് എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കഷ്ടപ്പാടില്ലാതിരിക്കുമോ? അവിടെ പോയിട്ട് ഭയങ്കര സുഖമൊന്നും ഉണ്ടാവില്ല. ജോലി ചെയ്യണം, ജോലിക്ക് വേണ്ടിയാ പോയിരിക്കണത്. കഷ്ടപ്പെടാനാണെങ്കിൽ നാട്ടിൽ നിന്നാ പോരെ, ഈ കാലം ജലാമൂലയിലോട്ട് പോണ എന്ത് കാര്യത്തിനാ? എടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയതല്ലേ. അവിടെ അവന് ഒരു പ്രശ്നമില്ല. ജയകുമാറിന്റെ റെസ്റ്റോറൻറ്റിൽ അവിടെ ജയകുമാർ ഇല്ലാത്ത സമയത്ത് കാഷ്യറായിട്ടിരിക്കണം. ശരിക്കും മുതലാളിയെ പോലെ തന്നെയാണ്. പിന്നെന്താ? എടാ ഈ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ പറയാണ് ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കര സാധനങ്ങളാ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിച്ച് ഏതാണ്ട് തുറങ്കിൽ പോലത്തെ ഒരു സ്ഥലത്ത് അടച്ചിടുമെന്ന്. നോണ പറയണെന്ന് വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അവരുടെ ആരാണ്ട് ഏതോ അറബി പെണ്ണിനെ ചിരിച്ചു കാണിച്ചപ്പോഴത്തേനും അവർ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അവിടെ ഒന്നുമില്ല, അവിടെ മര്യാദക്ക് ജോലി ചെയ്യണം. വെറുതെ തെണ്ടി തിരിഞ്ഞിട്ട് ഇവിടെ നടക്കണ പോലെ നടന്നു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും. എൻ്റെ ദൈവം, എനിക്കാണെങ്കിൽ വെള്ളവും കുടിക്കാൻ പറ്റണില്ല, തീറ്റ ഇറങ്ങണില്ല, ഉറക്കവും വന്നില്ല. എന്ത് കാര്യത്തിന് നീ പറഞ്ഞത് കാരണം മാത്രം ഞാൻ വിട്ടതല്ലെങ്കിൽ ഞാൻ വിടൂലായിരുന്നു ക്ലീറ്റോനെ. അവൻ വിളിക്കുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞു കാണിച്ചോ? എടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടില്ലേ? ഈ കടം വീടി കഴിഞ്ഞ് അങ്ങോട്ട് പോരട്ട്, അത് കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോവാം. അതല്ലാതെ പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നിനക്കറിയാൻ പാടില്ല, ഇപ്പൊ ഈ വീട്ടിൽ ആരും ഇല്ല. മറ്റത് എത്ര പാതിരാത്രാണെങ്കിലും ക്ലീറ്റോ വരും. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ വർത്താനം പറഞ്ഞു ഇരുന്നോണ്ട് കാര്യമുണ്ടോ? കുടുംബം നോക്കണ്ടേ? ഞങ്ങൾ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ. നീ എത്ര നാൾ കഴിഞ്ഞാലോ കാണാൻ പറ്റണേ? ഇത് കൊള്ളാലോ. നീ പറയുന്നത് കേട്ടാ തോന്നും ഗൾഫുകാരന്റെ ഭാര്യയായിട്ട് നീ മാത്രമേ ഉള്ളെന്ന്. ഇടി നാട്ടിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? ചിലവന്മാര് കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ തിരിച്ചു പോകും. നിനക്കൊന്നുമില്ല, കൊച്ചില്ലേ? ആ കൊച്ചിനെ നോക്കണ്ടേ? ഇനി അവനെങ്ങാനും വിളിക്കുമ്പോൾ ഇതുപോലെ കരഞ്ഞു കാണിച്ചു എന്ന് അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും തങ്കം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്തിനടി ഇപ്പൊ കരയണേ? എന്തിനാ കരയണതെന്ന്? എന്ത്? പിന്നെന്തിനാ നീ പറഞ്ഞയച്ചത്? എന്താടി പറഞ്ഞയച്ചത്? നീ പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ വിളിച്ചു പോയത്? എന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണോ? ആണോ? എനിക്ക് വേണ്ടിയിട്ടാണോന്ന്? പിന്നെ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ, കുറച്ച് ആട്ടിറച്ചി വാങ്ങിയിട്ടുണ്ട്. ആ നൂൽപുട്ടൊക്കെ എടുത്തിട്ട് വൈകുന്നേരത്തിന് പോരും കേട്ടാ. എന്തിനാ നീ കരയണത്?